ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഐക്കാട്ടിലും അതുപോലെ പിൻ കമന്റായിട്ടും കൊടുത്തേക്കാവേ. ബാക്കി വിശേഷങ്ങൾ നോക്കാം. റൂം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 5 ലക്ഷം രൂപയുടെ ചെക്കുമായിട്ടാണ് മഹിമ വരുന്നത്. എന്നാൽ അത് വേണ്ട എന്നുള്ള കാര്യം സച്ചിയും അതുപോലെ തന്നെ രവിയും മഹിമയുടെ മുഖത്തടിച്ചതുപോലെ പറയുകയാണേ. അത് കേട്ട മഹിമ ചോദിക്കുന്നുണ്ട്, അല്ല രവി, നിങ്ങൾ എന്താണ് അങ്ങനെ പറയുന്നത് എന്നുള്ള കാര്യം. നമ്മൾ ഒരു കുടുംബമാണെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളെ ഞാൻ സഹായിക്കാൻ വേണ്ടി വന്നത്. നിങ്ങൾക്കൊരു ആവശ്യം വരുന്ന സമയത്ത് ഞങ്ങളല്ലേ സഹായിക്കേണ്ടതെന്നുള്ള കാര്യമൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ സഹായിക്കാനുള്ള മനസ്സ് കാണിച്ചല്ലോ, അത് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ല. എന്നാൽ ഇത് കേട്ട വർഷ ചോദിക്കുന്നുണ്ട്, എന്തായാലും പുറത്ത് കടം മേടിക്കാനല്ലേ പോകുന്നത്, അതിനേക്കാൾ ബെറ്റർ ഇതല്ലേ. എന്റെ അമ്മ ഒരു തേർഡ് പേഴ്സൺ ഒന്നുമല്ലല്ലോ, ഈ ഫാമിലിയിലുള്ള ഒരാൾ തന്നെയല്ലേ. ഇത് കേട്ട ഉടനെ രവി പറയുന്നുണ്ട്, അത് തന്നെയാണ് വർഷയെ പ്രശ്നം. നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്കാർക്കിടയിൽ പണം വാങ്ങുകയും കൊടുക്കുന്നതും അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല. കുടുംബ ബന്ധം മുറിയാൻ വേണ്ടിയിട്ട് അത് തന്നെ ഒരു കാരണമായിട്ട് മാറുകയും ചെയ്യും. എന്നാൽ രവി പറയുന്നത് കേൾക്കുമ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, ആഹാ, അങ്ങനെ ബന്ധുക്കൾക്ക് ഇടയിൽ നിന്ന് ഒന്നും മേടിക്കരുത് എന്നാണെന്നുണ്ടെങ്കിൽ ഇത് എന്റെ അച്ഛന്റെ വീടായിരുന്നു. അച്ഛൻ ഇത് നിങ്ങളുടെ പേരിലും കൂടി എഴുതി തന്നില്ല. ആ സമയത്ത് നിങ്ങൾ എന്തിനാ മേടിച്ചെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, ഇത് നിന്റെ അച്ഛൻ്റെ അടുത്ത് ഞാൻ എന്റെ പേരിൽ എഴുതി വെക്കാൻ വേണ്ടി പറഞ്ഞില്ല. ഞാൻ വേണ്ട എന്ന് പറഞ്ഞിട്ടും നിന്റെ അച്ഛൻ നിർബന്ധിച്ചിട്ട് എന്റെ പേരിൽ എഴുതി വെച്ചതാണെന്നുള്ള കാര്യം രവി പറയുമ്പോഴേക്കും സച്ചിയും പറയുന്നുണ്ട്, ഇത് കാരണം നിങ്ങൾ ഓരോ തവണയും ഇത് എന്റെ വീടാ എന്റെ വീടാ എന്റെ വീടാ എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. എന്റെ അച്ഛനും എത്ര നാളായി സമാധാനം ഇല്ലാണ്ട് ഇങ്ങനെ നടക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ രേവതിയും പറയുന്നുണ്ട്, അമ്മയുടെ അച്ഛൻ അമ്മയ്ക്കും അതുപോലെ അച്ഛനും വേണ്ടിയിട്ടല്ലേ ചെയ്തത്. അതുപോലെ വർഷയുടെ അമ്മയ്ക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വർഷയ്ക്കും ശ്രീകാന്തിനും വേണ്ടിയിട്ട് ചെയ്യട്ടെ എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഇത് കറക്റ്റ് പോയിന്റ്. അവർക്ക് കൊടുത്തേക്ക്, അവർ വേണമെന്നുണ്ടെങ്കിൽ സ്ഥലം മേടിക്കുക, വീട് കിട്ടേ, എന്ത് വേണമെങ്കിൽ ചെയ്യട്ടെ. അല്ല ശ്രീകാന്ത് എന്നുള്ള കാര്യം ചോദിക്കും, അതെന്താ സച്ചിയേട്ടാ ഞങ്ങൾ പുറത്തു പോകണം എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, പുറത്ത് പോവാതിരിക്കെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ ഇവരുടെ കാശില് ഈ വീട്ടിൽ ഒന്നും കെട്ടണ്ട എന്നുള്ള കാര്യം സച്ചി അറുത്ത് മുറിച്ച് പറയുകയാണ്. പക്ഷെ അപ്പോഴേക്കും വർഷയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. സച്ചിയേട്ടൻ എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്റെ അമ്മ സഹായിക്കുക എന്നുള്ള രീതിയിലല്ലേ പണം കൊണ്ടു തന്നത്. എന്റെ അമ്മ കാണിച്ച മനസ്സ് നല്ലത് തന്നെയാണ്. പക്ഷെ അത് വേണ്ട എന്ന് പറയാനുള്ള തീരുമാനം അച്ഛനും ഉണ്ടല്ലോ എന്നുള്ള കാര്യം രേവതി പറയുമ്പോഴേക്കും നീ മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞിട്ട് രേവതിയുടെ വായടപ്പിക്കുകയാണ് ചന്ദ്ര. നിങ്ങൾ രണ്ടുപേരുടെയും മനസ്സിലിരിപ്പ് എന്താന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അത് അവൻ തന്നെ പറഞ്ഞല്ലോ, സ്ഥലം മേടിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട്. എങ്ങനെയെങ്കിലും വർഷയും ശ്രീകാന്തും ഇവിടുന്ന് പറഞ്ഞു വിടണം, അതാണല്ലോ. നിങ്ങൾ ചുമ്മാ ഓരോന്ന് കൽപ്പിച്ചുകൂടി പറയണ്ട എന്ന് സച്ചി പറയുമ്പോൾ മനസ്സിൽ വിചാരിച്ചത് ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ നിനക്ക് ദേഷ്യം വരുന്നുണ്ടല്ലേ. ആദ്യം നിനക്ക് ഇവിടുന്ന് വർഷയും അതുപോലെ ശ്രീകാന്തിനെയും പറഞ്ഞു വിടണം. അത് കഴിഞ്ഞിട്ട് പിന്നെ അതുപോലെ ശ്രുതിയും ഇവിടുന്ന് പുറത്താക്കണം. അച്ഛാ, ഇവരെന്തൊക്കെയാ ഈ പറയുന്നതെന്ന് സച്ചി ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അമ്മ കറക്റ്റ് ആയിട്ട് തന്നെയാ പറയുന്നത്. നിന്റെ പ്ലാൻ അതല്ലേ. എന്നെയും അതുപോലെ ശ്രീകാന്തിനെയും എത്രയും വേഗം തന്നെ ഈ വീട് വിട്ടിട്ട് പറഞ്ഞു വിടണം. അത് കഴിഞ്ഞ് നിനക്കും നിന്റെ ഭാര്യയ്ക്ക് ഇവിടെ സുഖമായിട്ട് ജീവിക്കണം. നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? അച്ഛാ, ഇവൻ പറഞ്ഞത് കേട്ടില്ല എന്ന് സച്ചി ചോദിക്കുമ്പോഴേക്കും രവി പറയുന്നുണ്ട്, നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? അവൻ എന്തിനാ അങ്ങനെ വിചാരിക്കുന്നേ? അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ശ്രുതി പറയുന്നുണ്ട്, അങ്കിൾ, ഞങ്ങൾക്കും അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ട്. സച്ചിയുടെ സംസാരം കേട്ടാ അങ്ങനെയല്ലേ തോന്നുള്ളൂ. അതെങ്ങനെ ശ്രുതി നീ അങ്ങനെ പറയുന്നത്? കാശ് വേണ്ടെന്നല്ലേ സച്ചിയേട്ടൻ പറഞ്ഞോളൂ. പക്ഷെ അതിന് നീ എന്തിനാ അങ്ങനെ ഒരു അർത്ഥം കാണുന്നത്? വീട്ടിലെ ഡിസിഷൻ എങ്ങനെ സച്ചി ഒറ്റയ്ക്ക് എടുക്കുന്നത്? സച്ചി അല്ലാതെ ഈ വീട്ടിൽ വേറെ ആരും ഡിസിഷൻ എടുക്കരുത് എന്നല്ലേ അവൻ കരുതുന്നത്? അതിന്റെ അർത്ഥം എന്താണ്? സച്ചിയും അതുപോലെ രേവതിയും മാത്രമേ ഈ വീട്ടിൽ നിൽക്കാൻ വേണ്ടി പറ്റൂ എന്നല്ല അതിന്റെ അർത്ഥം. അത് മനസ്സിൽ വെച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്നൊക്കെ ശ്രുതിയും പറയാണ്. അതുകൊണ്ടാണ് റൂം ഒരു പ്രശ്നമാക്കിയിട്ട് എപ്പോൾ നോക്കിയാലും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ശ്രുതി പറയുന്നത് കേൾക്കുമ്പോഴേക്കും സച്ചിയേട്ടനെ അങ്ങനെ മനസ്സിലൊന്ന് വെച്ചിട്ട് പുറത്ത് ഒന്ന് പറയാനുള്ള രീതിയൊന്നും അറിയില്ല. അതുപോലെ ഇങ്ങനെ മനസ്സിലോരോ കുത്തു വിചാരിച്ചിട്ട് സംസാരിക്കാനും അറിയില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട്, അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. അവന്റെ മനസ്സിലുള്ളതാണല്ലോ പുറത്ത് വരുന്നത്. ശ്രീകാന്തും അതുപോലെ വർഷയും സ്ഥലം മേടിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് അവൻ പറഞ്ഞില്ലേ. അമ്മ ഒരിക്കലും സച്ചിയേട്ടൻ ആ അർത്ഥത്തിൽ പറഞ്ഞതല്ല. വർഷയുടെ അമ്മ വർഷയ്ക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് വെച്ചാൽ അത് ചെയ്തോളാനാണ് പറഞ്ഞത്. അത് മനസ്സിലാക്കാതെ നിങ്ങൾ മനസ്സ് വിഷമിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ രേവതി പറയുമ്പോഴേക്കും ഇവനാണ് ഇവിടെ ഉള്ളവരുടെ മനസ്സ് കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കണ്ടിട്ട് നല്ല സന്തോഷമാവുന്നുണ്ട് കേട്ടോ മഹിമയ്ക്ക്. പക്ഷെ ഇടയ്ക്കേറി പറയുന്നുണ്ട്, അയ്യോ ചന്ദ്രേ, പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. ഇതിന്റെ പേരിൽ അടിയൊന്നും വേണ്ട. നിങ്ങൾ പുറമെ പോയി കഷ്ടപ്പെടരുതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അതെന്തോ സച്ചിക്ക് ഇഷ്ടമല്ല. ഈ വീട്ടിലേക്ക് ഞങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് സച്ചിക്ക് ഇഷ്ടമാവുന്നില്ല. അത് എന്താന്നുള്ള കാര്യവും ഞങ്ങൾക്ക് അറിയില്ല. അപ്പോഴേക്കും മഹിമയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സുധി പറയുന്നുണ്ട്, അത് ആന്റി വേറൊന്നുമല്ല, ഇവിടെ എല്ലാവരും ഒന്നായിട്ടിരിക്കുമല്ലോ, അത് ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. സുധി അങ്ങനെയൊക്കെ പറയുമ്പോൾ സച്ചി ഇങ്ങനെ നോക്കുന്നുണ്ട്, നീ എന്താണ് നോക്കുന്നത്? നിന്റെ മനസ്സിലിരിപ്പ് എന്താന്നുള്ള കാര്യം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്നെയും അതുപോലെ ശ്രീകാന്തിനെ ഇവിടുന്ന് പുറത്താക്കിയിട്ട് നിനക്കും നിന്റെ ഭാര്യയ്ക്ക് ഇവിടെ സുഖമായിട്ട് ജീവിക്കണം എന്നല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേ, എടാ ഞാൻ എന്താ പറഞ്ഞു വരുന്നത് നിനക്ക് മനസ്സിലായില്ലേ എന്നുള്ള കാര്യം സച്ചി പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും നീ എന്താന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായടാ. അവർ രണ്ടുപേരും കൂടി അടി ഉണ്ടാക്കുന്നത് കാണുമ്പോഴേക്കും രവി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും എന്തിനാണ് അടി ഉണ്ടാക്കുന്നത്? ഈ വീട്ടില് അച്ഛനും അമ്മയും കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെക്കാളും വലുത് ഞാനല്ലേ. പക്ഷെ ഇവൻ എന്താണ് എല്ലാ തീരുമാനവും എടുക്കുന്നത്? എടാ സച്ചി, നീ പറയുന്നത് കേട്ടിട്ട് ഞങ്ങൾക്ക് ഈ വീട്ടിൽ നിൽക്കാൻ വേണ്ടി പറ്റില്ല. നിനക്കൊരു കാര്യം ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ നീ അതിൽ നിന്ന് തള്ളി മാറി നിന്നോണം. നീ നിന്റെ ഭാര്യയും കൂട്ടിയിട്ട് എവിടെയെങ്കിലും പോയിക്കോ. അതെന്താ നീ ചെയ്യാത്തത്?
അതല്ലെങ്കിലും നീ ചെയ്യില്ലല്ലോ. ഇവിടെ ഞങ്ങളാരും നിൽക്കരുത്, നിനക്കും നിന്റെ ഭാര്യയ്ക്ക് ഇവിടെ സുഖമായിട്ട് ജീവിക്കണല്ലോ. നീ ഭയങ്കര സെൽഫിഷ് ആണെന്നുള്ള കാര്യമൊക്കെ പറയുമ്പോഴേക്കും ആരാടാ സെൽഫിഷ് എന്ന് ചോദിച്ചാൽ സച്ചി അടി കഴിയാണ് കേട്ടോ. ഒരു 4-5 കൊടുക്കുന്നുണ്ട് സുതിക്ക് ഇട്ടിട്ട്. അത് കണ്ടിട്ട് മഹിമ അവിടെ സന്തോഷമായിട്ട് ഇങ്ങനെ നിൽക്കുവാണേ. നീ എന്താടാ പറഞ്ഞത്? ഞാനും എന്റെ ഭാര്യയും ഇവിടെ ഒറ്റയ്ക്ക് തങ്ങണമെന്ന് ആഗ്രഹിക്കുന്നില്ലേ? അങ്ങനത്തെ വൃത്തികെട്ടൊരു മൈൻഡൊന്നും എനിക്കില്ലടാ. നീയൊക്കെ പഠിച്ചിട്ടില്ലടാ, നിന്നെ കൊണ്ട് മാത്രം ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ വേണ്ടി പറ്റൂന്ന് പറഞ്ഞിട്ട് വീണ്ടും കൊടുക്കുവാണേ സച്ചി സുതിക്ക് ഇട്ടിട്ട്. എടാ ഞാനാണോ ഈ വീട്ടിൽ നിന്ന് എല്ലാം കൂടി എടുത്തോണ്ട് പോകാൻ വേണ്ടി നോക്കുന്നത്? നീ എല്ലാടെ ലക്ഷങ്ങൾ ഇവിടുന്ന് അടിച്ചോണ്ട് പോയത്. നീ എടുത്തോണ്ട് പോയ ആ പൈസ ഉണ്ടല്ലോ, അതുണ്ടായിരുന്നെങ്കിൽ എന്റെ അച്ഛൻ ഇങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടി നിൽക്കേണ്ട അവസ്ഥ വരില്ലായിരുന്നു. നീ ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ട് നീ എന്നെ സെൽഫിഷ് എന്ന് പറയുന്നോടാ. എടാ ഇപ്പൊ പറയടാ എന്ന് പറയണേ സുധിയുടെ അടുത്ത്. സുധിക്ക് അപ്പൊ ഒന്നും മിണ്ടാനില്ല, പിന്നെയും കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും അടിക്കില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്ര പിടിച്ചു മാറ്റുന്നുണ്ട് കേട്ടോ സച്ചിയെ, സുധിയെ രക്ഷിക്കാൻ വേണ്ടിട്ട്. നീ എന്താടാ ഇങ്ങനെ വർഷയുടെ അമ്മേനെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ഇവരുടെ മുമ്പിൽ വെച്ചിട്ട് വായത്തൊന്നും അവൻ എന്ത് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ടിട്ട് ചുമ്മാ ഇരിക്കുന്നു നിങ്ങൾ വിചാരിച്ചോ? ഇവനെ അടിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് സച്ചി വീണ്ടും അവനെ നേരെ ചെല്ലുമ്പോഴേക്കും രവി പറയുന്നുണ്ട്, എടാ പറയുന്നത് കേക്കില്ലേ? പിന്നെ ഇവിടെ എനിക്ക് എന്ത് മര്യാദ ഉള്ളത്? വീട്ടിൽ വരുന്ന ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെയാണോട്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും സച്ചി ആ സത്യം അങ്ങ് തുറന്നു പറയാൻ കേട്ടോ. അച്ഛാ ഇതിനു വേണ്ടിയിട്ടാണ് ഇവർ ഈ ചെക്കും തൂക്കി പിടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. എന്താണോ അവര് വിചാരിച്ചു വന്നത് അത് നടന്നു. എന്തായാലും അവർ സന്തോഷമായിട്ടുണ്ടാകും. അത് കേൾക്കുമ്പോഴേക്കും മഹിമയ്ക്ക് അടി കൊണ്ട പോലെ ആവാണ് കേട്ടോ. കാരണം മഹിമ അതിനാ വന്നതെന്നുള്ള കാര്യം സച്ചിക്ക് വേഗം മനസ്സിലായേ. എന്നാ വർഷയാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ദേഷ്യപ്പെട്ടുകൊണ്ട് അവരെ അടിച്ചത് അതിനെന്തിനാ എന്റെ അമ്മയെ വെറുതെ റീസൺ പറയുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോ വർഷേ നീ മിണ്ടാതിരിക്കി. ഇല്ല അമ്മ ഇവര് എന്ന് പറഞ്ഞിട്ട് വർഷ തുടങ്ങുമ്പോഴേക്കും ഞാൻ പറയുന്ന കേക്ക് ഇത് എന്റെ തെറ്റാണ്, ഞാനൊരു ഉപകാരം ചെയ്യാനാ വന്നത്, ഞാൻ ഇവിടെ വരാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അയ്യോ മഹിമേ അങ്ങനെയൊന്നും വിചാരിക്കരുത്, നിങ്ങളെ മേലെ ഒരു തെറ്റില്ല എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അരികിലേക്ക് ചെല്ലുവാണ്. ഇവൻ കാരണം ഈ വീട്ടിൽ ഒരിക്കലും സമാധാനം ഉണ്ടായിട്ടില്ല, ഇങ്ങനെ അടിയാവുന്ന ഞാൻ വിചാരിച്ചില്ല, നിങ്ങൾ കഷ്ടപ്പെടരുതെന്ന് വിചാരിച്ചിട്ടാ എന്ന് പറയുമ്പോഴേക്കും എന്നാ രവി പറയുന്നുണ്ട്, നിങ്ങളുടെ നല്ല മനസ്സിന് നന്ദി, നിങ്ങളുടെ സഹായം ഇവിടെ ഞങ്ങൾക്ക് ആവശ്യമില്ല. എന്റെ മക്കൾക്ക് എന്താണോ വേണ്ടത് അത് എന്നെ കൊണ്ട് ചെയ്യാൻ കൊടുക്കാൻ വേണ്ടി പറ്റും. സോറി, ഞാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. എന്നെയും വർഷയും ഇവിടെ ചിലർക്ക് ഈ കുടുംബത്തിലെ ഒരാളായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നില്ല എന്ന് മഹിമ പറയുമ്പോഴേക്കും അങ്ങനെയൊന്നുമില്ല, വർഷയെ എന്റെ സ്വന്തം അനിയത്തിയെ പോലെയാണ് ഞാൻ ഇപ്പോഴും കാണുന്നത്, അവൾ ഇവിടെ സുഖമായിട്ടാണ് നിൽക്കുന്നത്, ആ ഭയമൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. പക്ഷെ അപ്പോഴേക്കും ചന്ദ്രമതി രേവതിയുടെ വായടപ്പിക്കുകയാണ്, നീ മിണ്ടാതിരിക്കടി, നീയും നിന്റെ ഭർത്താവും ചെയ്ത പണിയാണ്. എന്തായാലും ഇനി ഇതിനെ കുറിച്ചൊരു സംസാരം വേണ്ട, ഇവിടെ എല്ലാവരും ഒന്നായിട്ടിരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. എന്തായാലും ഞാൻ പോയിട്ട് വരാം വർഷേ, പോയിട്ട് വരും ചന്ദ്രി, രവിയുടെ പോയിട്ട് വരാന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുവാണേ. മഹിമ ഭയങ്കര സന്തോഷത്തിലാണ് പോയത്. കാരണം മഹിമ എന്താണോ ആഗ്രഹിച്ചത് അത് തന്നെ നടന്നല്ലോ. മഹിമ പോയി കഴിഞ്ഞതിന് ശേഷം ചന്ദ്ര പറയുന്നുണ്ട്, ഇത് നമ്മുടെ കുടുംബമാണെന്ന് വിചാരിച്ചിട്ട് നമ്മളെ സഹായിക്കാൻ വേണ്ടി വന്ന ആളാണ്, അവരെയും വെറുതെ മോശപ്പെടുത്തിയിട്ട് പറഞ്ഞു വിട്ടു എന്നുള്ള കാര്യം പറയുമ്പോൾ സച്ചി പറഞ്ഞിട്ടില്ലെങ്കിലും ആ ചെക്ക് ഞാൻ ഒരിക്കലും വാങ്ങില്ലായിരുന്നു. പിന്നെ നിങ്ങളെ 3 പേരെടുത്താണ് ഞാൻ പറയുന്നത്, ഇനിയും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ അടിപിടി ഉണ്ടാക്കിയിട്ട് കുടുംബത്തിന്റെ മാനം കെടുത്തരുത്. ഈ വീട് ഞാൻ പണിത് എന്നാൽ കഴിയുന്ന വിധം ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പൊ ഒരു റൂം കെട്ടാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു, അത് എന്നെ കൊണ്ട് പറ്റുന്നില്ല, വയസ്സായില്ലേ, ഇനി എന്തൊക്കെയാ നടക്കാന്ന് വെച്ചാൽ നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണിന് വെള്ളമൊക്കെ ഒഴുക്കിയിട്ടാണ് കേട്ടോ രവി അവിടുന്ന് പോകുന്നത്. അത് കാണുമ്പോൾ സച്ചിക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. പക്ഷെ ആ മനസ്സ് കാണാൻ അവിടെ വേറെ ആരുമില്ല. അത് കഴിഞ്ഞിട്ട് റൂമിലിരിക്കുന്ന വർഷയാണ് കേട്ടോ കാണിക്കുന്നത്. ശ്രീകാന്തും അരികെ തന്നെ ഉണ്ട്. വർഷ ഇങ്ങനെ പറയുന്നുണ്ട്, എന്റെ അമ്മയുടെ അടുത്ത് ആദ്യം ഇങ്ങോട്ട് വരരുത് എന്നുള്ള കാര്യം പറയണം. വരുമ്പോഴൊക്കെ ആ സച്ചി എന്റെ അമ്മയെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്റെ മേലെ തെറ്റില്ല എന്നാണോ പറഞ്ഞു വരാൻ വേണ്ടി പോകുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, സച്ചേട്ടൻ പറഞ്ഞ വിധം തെറ്റാണ്, പക്ഷെ പറഞ്ഞ കാര്യം സത്യമാണ്. ഇവിടെ റൂം കെട്ടാൻ വേണ്ടിയിട്ട് നിന്റെ അമ്മയുടെ എന്തിനാണ് പണം മേടിക്കുന്നത്? എന്റെ അമ്മ ഹെൽപ്പ് ചെയ്യാന്നല്ലേ വിചാരിച്ചുള്ളൂ എന്നുള്ള കാര്യം വർഷ പറയുമ്പോഴേക്കും മുമ്പ് AC ഇങ്ങോട്ട് കൊടുത്തു വിട്ടപ്പോഴും ഇത് തന്നെയാ പറഞ്ഞത്, അവരെന്താ ഞങ്ങൾക്ക് ചാരിറ്റി തരുവാണോ? എപ്പോഴും എന്തിനാണ് നിന്റെ അമ്മ ഇങ്ങനെ ചെയ്യുന്നത്? ഇപ്പൊ നിങ്ങളെ ഏട്ടൻ സംസാരിച്ചതൊന്നും തെറ്റില്ല, എന്റെ അമ്മ ഹെൽപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചാണോ തെറ്റെന്നുള്ള കാര്യം വർഷ ചോദിക്കുകയാണേ. അമ്മ ഇങ്ങോട്ട് പണം കൊണ്ടുവരുന്നതിന് മുമ്പ് നമ്മളെടുത്ത് ചോദിക്കണമായിരുന്നു, അതൊക്കെ വിട്ടേക്ക്, നീ എന്തിനാണ് ഇവിടെ റൂം കെട്ടാൻ വേണ്ടിയിട്ട് പണം വേണമെന്നുള്ള കാര്യം നിന്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞത്? ഞാൻ കാഷ്വലായിട്ട് ഇവിടെ നടക്കുന്ന പ്രശ്നത്തെ കുറിച്ച് പറഞ്ഞതാണ്, പക്ഷെ അമ്മ ചെക്ക് എടുത്ത് വരുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇപ്പൊ നീ ഇങ്ങോട്ട് അമ്മയെ വിളിച്ചു വരുത്തിയത് പോലെ ആയില്ലേ? നിനക്ക് സച്ചേട്ടനെ കുറിച്ച് അറിയില്ലേ? വെറുതെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നുള്ള കാര്യം നിനക്കറിയില്ലേ? നിങ്ങളുടെ ഏട്ടനെ കുറിച്ചിട്ട് ഞാൻ എന്തിനാ ചിന്തിക്കുന്നത്? ഇതൊന്നും ഒരു വിഷയമേ അല്ല. ഇപ്പോ ശ്രുതി ചേച്ചിയുടെ അച്ഛൻ പണം അയച്ചിട്ട് സുധേട്ടന് ഷോപ്പ് ഓപ്പൺ ചെയ്യാനുള്ള പണം കൊടുത്തു, അതൊന്നും ആർക്കും തെറ്റായിട്ട് തോന്നില്ലേ? നീ സ്റ്റുപ്പിഡ് പോലെ സംസാരിക്കല്ലേ വർഷേ. നിന്റെ അമ്മ നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അത് വേറെ കാര്യം. എന്നാൽ ഇത് എന്റെ അച്ഛന്റെ അമ്മയുടെ വീടാണ്, ഇവിടെ റൂം കെട്ടാൻ വേണ്ടിയിട്ട് നിന്റെ അച്ഛനും അമ്മ എന്തിനാ പണം തരുന്നത്? ഓ ഗോഡ്, നീ എന്തിനാ ഇതിനെ കുറിച്ച് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവര് ഒരു ഗുഡ് തോട്ടിൽ ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷെ അത് ഇവിടെ ആർക്കും മനസ്സിലാവുന്നില്ല. നിന്റെ ചേട്ടൻ സച്ചി ഉണ്ടല്ലോ, അവൻ ശരിക്കും ഒരു ഈഗോ പിടിച്ചവനാണ്. അവന് ഈഗോ ഒന്നുമില്ല. ഞങ്ങളുടെ അച്ഛന്റെ ഗൗരവം വിട്ടുകൊടുക്കരുതെന്നാണ് സച്ചേട്ടൻ വിചാരിക്കുന്നത്. അപ്പോ സച്ചേട്ടൻ പറഞ്ഞത് തെറ്റല്ലെന്നാണോ പറഞ്ഞു വരുന്നതെന്ന് വർഷ ചോദിക്കുമ്പോ സച്ചേട്ടന്റെ മേലെ തെറ്റുണ്ട് കാര്യം പറയായിരുന്നു. അതുവരെ സച്ചേട്ടൻ സമാധാനമായിട്ട് ഇരിക്കണമായിരുന്നു. അപ്പോ നിങ്ങളുടെ ഏട്ടൻ സുധേട്ടൻ പറഞ്ഞതിനെ കുറിച്ച് നിങ്ങൾ എന്താ വിചാരിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോ എന്തിനെ കുറിച്ച്? നമ്മളെല്ലാവരും പുറത്താക്കിയിട്ട് ഈ വീട് സച്ചേട്ടൻ എടുക്കാൻ വേണ്ടി പോവാണെന്നുള്ള കാര്യത്തെ കുറിച്ച് സുധേട്ടൻ പറഞ്ഞില്ലേ? അതിനെ കുറിച്ച് സുധേട്ടൻ ഒരുപക്ഷെ അങ്ങനെ വിചാരിക്കും, പക്ഷേ സച്ചേട്ടൻ ഒരിക്കലും
അങ്ങനെ വിചാരിക്കില്ല. സുധിയേട്ടൻ പണം കിട്ടാത്തതിന്റെ ആ ഒരു ഇതിൽ പറഞ്ഞതാണ്. ഇപ്പോഴും നീ സച്ചേട്ടന് വേണ്ടിയിട്ടല്ലേ സംസാരിക്കുന്നതെന്നുള്ള കാര്യം ശ്രീകാന്തിന്റെ അടുത്ത് വർഷ ചോദിക്കുമ്പോ ന്യായമുള്ളിടത്ത് ഞാൻ നിൽക്കുള്ളൂ. എപ്പോഴും നിന്റെ അടുത്ത് ഒരു കാര്യം ഞാൻ റിക്വസ്റ്റ് ആയിട്ട് പറയാണ്. ഇനി നിന്റെ അമ്മയുടെ അടുത്ത് പറയുന്നതിന് മുമ്പ് എന്റെ അടുത്ത് എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും നിന്റെ അടുത്ത് പെർമിഷൻ മേടിക്കണം എന്നാണോ പറയുന്നത്? എന്റെ അടുത്ത് ഡിസ്കസ് ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞത്. നിന്റെ വീട്ടിലെ കാര്യം എപ്പോഴെങ്കിലും ഞാൻ എന്റെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ എന്താ ഞാൻ എന്റെ അമ്മയുടെ അടുത്തും സംസാരിക്കുന്നത് അങ്ങ് നിർത്തിയാലോ? ഞാൻ ആ വീട്ടിലേക്ക് പോയാൽ എന്താ ചെയ്യാ? ഒരു ലോക്ക് മേടിച്ചു തരാം, അതെന്റെ വായിലിട്ട് പൂട്ടിക്കോ എന്നൊക്കെ പറഞ്ഞ് വർഷ ഭയങ്കര കലിപ്പിലാണ് കേട്ടോ. അത് കഴിഞ്ഞ് രാത്രിയിലാണ് കേട്ടോ കാണിക്കുന്നത്. സച്ചിയും അതുപോലെ മഹേഷും കൂടി ബാറിലിരിക്കുന്നതാ കാണിക്കുന്നത്. മഹേഷ് ചോദിക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വിളിക്കുമ്പോ കൂടി നീ വരാറില്ലല്ലോ, ഇന്ന് നീയായിട്ട് കുടിക്കണമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നത് എന്തിനാണ്? എടാ എനിക്കെന്തോ മനസ്സിന് വല്ലാത്തൊരു ബുദ്ധിമുട്ട്, ഞാനും എത്രയെന്ന് വെച്ചിട്ടാണ് ഉള്ളിൽ തന്നെ വെക്കുന്നത്, അതിന് മാത്രം നിനക്ക് എന്ത് കഷ്ടം? മഹേഷ് ചോദിക്കുമ്പോ എന്റെ അച്ഛനെ കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് ഭയങ്കര വിഷമമുണ്ടടാ. അച്ഛനെ ഇനി കുഴപ്പമൊന്നുമില്ലല്ലോ എന്നുള്ള കാര്യം മഹേഷ് ചോദിക്കുന്നുണ്ടേ. അച്ഛന്റെ മനസ്സും വല്ലാതെ വേദനിക്കുന്നുണ്ടടാ. എടാ ഈ റൂം പ്രശ്നമാണ്. അത് ഇതുവരെ കഴിഞ്ഞില്ലേന്നാണ് കേട്ടോ മഹേഷിന്റെ ചോദ്യം. ആടാ അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. എന്റെ അമ്മ ഇപ്പോഴും അവരുടെ അച്ഛൻ തന്ന വീട്ടിലാണ് ഞങ്ങൾ എല്ലാരും നിൽക്കുന്നതെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാ എന്റെ അമ്മച്ചനുണ്ടല്ലോ താഴെയുള്ള ഫ്ലോർ മാത്രമായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ മുകളില് വലിയൊരു വീട് ലോണൊക്കെ ഇട്ടിട്ട് കെട്ടിയത് ആരാ? എന്റെ അച്ഛനാണ്. കഷ്ടപ്പെട്ടിട്ട് ആ റൂം കെട്ടിയത്. എന്നാ ഇന്ന് അച്ഛന് ഒരു റൂം കെട്ടാൻ വേണ്ടി പറ്റുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് മനസ്സ് വേദനിക്കുന്നുണ്ട്. 3 മക്കളും ഒരു വീട്ടില് സന്തോഷമായിട്ടിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അച്ഛൻ എല്ലാരും ഇപ്പൊ സന്തോഷമായിട്ടല്ലേ ഇരിക്കുന്നത് എന്നുള്ള കാര്യം മഹേഷ് ചോദിക്കുമ്പോ അവരെല്ലാവരും ഒന്നായിട്ട് റൂമിനുള്ളിലാണ് ഇരിക്കുന്നത്. പക്ഷെ ഞാനും രേവതിയും പുറത്തല്ലേ. രേവതിയും പാവാണടാ. അവള് എന്നെ കല്യാണം കഴിച്ചിട്ട് ഹാളിലും അതുപോലെ ടെറസിലൊക്കെ കിടക്കുവാണ്. 3-4 മക്കളുള്ളടത്ത് കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരിക തന്നെ ചെയ്യടാ. നീ വെറുതെ ഓരോന്ന് പറയാണ്ട് കുടിക്കാൻ നോക്കുന്നു പറയണേ മഹേഷ്. അതെന്താടാ എല്ലാ പ്രശ്നവും ഞങ്ങൾക്ക് വരുന്നത്? ഇത്ര നാളായിട്ട് അച്ഛന് ഒരു റൂം കെട്ടാൻ വേണ്ടി പറ്റില്ലല്ലോ എന്നുള്ള കാര്യം ഓർത്തിട്ട് അച്ഛൻ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കടം വാങ്ങാൻ വേണ്ടിട്ട് നോക്കുന്നുണ്ട്. എന്നാൽ അതും പറ്റാതെ കഷ്ടപ്പെടുവാണ്. അതില് അയാളുണ്ടല്ലോ ആരെന്നുള്ള കാര്യം മഹേഷ് ചോദിക്കുമ്പോ നമ്മുടെ ശ്രീകാന്തിന്റെ അമ്മയപ്പനുണ്ടല്ലോ മധുസൂദനൻ, അയാളുടെ ഭാര്യയെ പറഞ്ഞു വിട്ടിട്ട് കാശ് ഞങ്ങൾ തരാം റൂം കെട്ടിക്കോ എന്ന് പറഞ്ഞിട്ട് എന്റെ അച്ഛനെ നാണം കെടുത്തുന്നതാടാ. എന്റെ അച്ഛനെ അപമാനപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അയാൾ ഇതൊക്കെ ചെയ്യുന്നത്. ഞാൻ വീട്ടിൽ പറഞ്ഞപ്പോ ആർക്കും അത് മനസ്സിലാവുന്നില്ല. എന്തായാലും അയാൾ പണം തന്നതല്ലേ, മേടിച്ച് കെട്ടിക്കൂടായിരുന്നോ എന്നുള്ള കാര്യം മഹേഷ് ചോദിക്കുമ്പോ അയാളുടെ പണത്തിന് ഞങ്ങൾ എന്തിനാടാ റൂം കെട്ടുന്നത്? അതല്ലടാ, എന്തായാലും പുറത്ത് കടം മേടിക്കാൻ വേണ്ടി നിൽക്കില്ലായിരുന്നോ? ഈ പലിശക്കാരുടെ അടുത്ത് മേടിക്കുന്നതിനേക്കാൾ നല്ലത് സ്വന്തക്കാരുടെ അടുത്ത് മേടിക്കുന്നതല്ലേ? അത് മാത്രമല്ലടാ, ഇനിയിപ്പോ അവര് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ പണം കൊടുക്കാനില്ലെങ്കിൽ വർഷയെ തിരികെ വീട്ടിൽ കൊണ്ട് വിടും എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ഭയപ്പെടുത്താലോ. എങ്ങനെയുണ്ട് ഐഡിയ എന്നുള്ള കാര്യം മഹേഷ് ചോദിക്കുമ്പോഴേക്കും സച്ചിയെ ദേഷ്യം വരുന്നുണ്ടോ? ഒന്നും മിണ്ടാതിരിയടാ. നീയും നിന്റെ ഐഡിയയും. നീ കുടുംബം മുന്നോട്ട് പോകാനുള്ള വഴിയാണോ അതോ കുടുംബം നശിപ്പിക്കാനുള്ള വഴിയാണോ എന്ന് പറയുന്നത്? അയാളുടെ അടുത്ത് നിന്ന് പണം മേടിച്ചിട്ട് എന്റെ അച്ഛൻ അങ്ങനെ വീട് കെട്ടേണ്ട അവസ്ഥയൊന്നും ഇല്ലടാ. ശരി ടെൻഷൻ ആവല്ലേ, എനിക്ക് വെറുതെ തോന്നിയത് ഞാൻ പറഞ്ഞേ ഉള്ളൂ. എങ്ങനെയായാലും ഒരു റൂം കെട്ടാൻ വേണ്ടിട്ട് ലക്ഷക്കണക്കിന് പൈസ ആവശ്യം വരില്ലേ? അതിന് കാശിന് എന്താ ചെയ്യേണ്ടെന്നുള്ള കാര്യം അറിയില്ല. അതിന് വേണ്ടിട്ട് എന്താ ചെയ്യേണ്ടെന്നുള്ള കാര്യം ഒരു ഐഡിയ ഇല്ലടാ. എന്റെ അച്ഛന് 3 മക്കളാണ്. പക്ഷേ ആ മക്കളുടെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിട്ട് അച്ഛന് പറ്റുന്നില്ല. അതാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ട് സച്ചി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം നമ്മുടെ രേവതിയാണെന്നുണ്ടെങ്കിൽ ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ട് സച്ചിയെ കാത്തിരിക്കുകയാണ്. മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട് എന്താ സച്ചിനെ ഇത്ര നേരമായിട്ടും കാണാത്തത്. അപ്പൊ ഇങ്ങനെ സച്ചി കയറി വരുന്നുണ്ട്. ആൾക്ക് നിൽക്കാൻ പോലും വയ്യാട്ടോ, വീടാനൊക്കെ പോകുന്നുണ്ട്. കുടിച്ചിട്ടാ വന്നതെന്നുള്ള കാര്യം നമ്മുടെ രേവതിക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ എങ്ങനെയാ വന്നതെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി, അത് കണ്ടാൽ തന്നെ മനസ്സിലാവും. പക്ഷെ എന്റെ അടുത്ത് മറയ്ക്കാനൊന്നും നോക്കണ്ട. രേവതി ഇത്രയും നാള് നല്ലപോലെ ഇല്ലായിരുന്നോ, പിന്നെ ഇപ്പോഴെന്താ കുടിച്ചു വന്നതെന്നുള്ള കാര്യം ചോദിക്കരുത്. ഞാൻ ഇന്ന് എന്ന് പറഞ്ഞിട്ട് സച്ചി തുടങ്ങുമ്പോഴേക്കും ഇന്ന് നിങ്ങൾ ഒന്നും പറയണ്ട, നിങ്ങൾ കുടിച്ചിട്ടേ വരുള്ളൂ എന്നുള്ള കാര്യം എനിക്ക് തന്നെ നന്നായിട്ട് അറിയായിരുന്നു. നീ സത്യമാണോ പറയുന്നത് രേവതി? നിനക്ക് അറിയായിരുന്നു എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അറിയായിരുന്നു, കുടിച്ചിട്ട് പെട്ടെന്ന് വരുന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോഴേക്കും രവി ഈ രംഗം കണ്ടുകിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കണ്ടില്ലേ, സ്വന്തം ഭർത്താവിന്റെ മനസ്സ് അപ്പോഴേ പഠിച്ചു വെച്ചിരിക്കുകയാണ്. എന്റെ പൊന്നു കുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് പിടിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും രേവതി ഇങ്ങനെ സ്മെല്ലടിച്ചിട്ട് മാറി നിൽക്കുന്നുണ്ട്. അതെന്താ രേവതി, എനിക്ക് നിന്നെ കൊഞ്ചിക്കാൻ വേണ്ടി പറ്റില്ലേ എന്ന് പറഞ്ഞിട്ട് പിടിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും താഴേക്ക് ഇങ്ങനെ വീഴാൻ വേണ്ടി പോകുന്നുണ്ട്. നോക്കടാ, നോക്കി നിക്കടാ എന്നുള്ള കാര്യം രവി പറയുന്നുണ്ട്. അപ്പോഴാണ് അച്ഛൻ അവിടെ നിൽക്കുന്നത് സച്ചി കാണുന്നത്. അച്ഛൻ ഭക്ഷണം കഴിച്ചോന്ന് കണ്ട ഉടനെ തന്നെ ചോദിക്കുമ്പോ ഞാൻ കഴിച്ചതൊക്കെ അവിടെ ഇരിക്കട്ടെ, നീ നന്നായിട്ട് കഴിച്ചിട്ടാണല്ലോ വന്നിരിക്കുന്നത്, എന്താടാ ഇത്? ഞാൻ കുടിച്ചിട്ടുണ്ട്, തെറ്റ് തന്നെയാണ്, അച്ഛൻ എന്നോട് ക്ഷമിക്കണം എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര അതാ പുറത്തേക്ക് ഇറങ്ങി വരുന്നേ. നിങ്ങളല്ലേ ശബ്ദം ഉണ്ടാക്കി വരുന്നെന്നുള്ള കാര്യം ചോദിച്ചിട്ട് സച്ചി പറയുമ്പോഴേക്കും എന്താ കുറച്ച് നാളായിട്ട് കുടിയൊന്നും ഈ വാസനയൊന്നും ഇവിടേക്ക് ഇല്ലല്ലോ എന്നുള്ള കാര്യം വിചാരിച്ചോളൂ. മാറിയോന്ന് വിചാരിച്ചു. പട്ടീന്റെ വാല് അല്ലെങ്കിലും നിവർത്താൻ വേണ്ടി പറ്റില്ലല്ലോ. നിങ്ങൾ എന്തിനാ പട്ടീന്റെ വാലൊക്കെ നിവർത്താൻ വേണ്ടി പോകുന്നത്? നിങ്ങളടുത്ത് അവർ ചോദിച്ചോ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ, അല്ലെങ്കിൽ നിങ്ങളടുത്ത് കുഴലിട്ടുകൊണ്ട് നിവർത്തി കൊടുക്കാൻ വേണ്ടി പറഞ്ഞെന്നൊക്കെ ചോദിക്കണം. അങ്ങനെ സച്ചിയുടെ ശബ്ദം കേൾക്കുമ്പോഴേക്കും ശ്രീകാന്തും അതുപോലെ വർഷയും ആദ്യം പുറത്തേക്ക് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ശ്രുതിയും എന്താ അമ്മ ഒച്ച എടുക്കുന്നത്, ഉറങ്ങാൻ സമ്മതിക്കാതെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ഞാനല്ലടാ ഒച്ച എടുക്കുന്നത്, ദാ കുടിച്ചിട്ട് വന്നിട്ട് ആട് നിൽക്കുന്നത് കണ്ടില്ലേ, എന്താടാ നീ വീണ്ടും തുടങ്ങിയോ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുന്നുണ്ട്. എന്താടാ വീണ്ടും ആരംഭിച്ചോ? ഞാൻ ടയേർഡായിട്ട് വന്നിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ
മിസ്റ്റർ ബിസിനസ് മാൻ എന്നതിന് പകരം ബിസ്ക്കറ്റ് മാൻ എന്ന് പറയണേ. എല്ലാം ഒന്ന് തന്നെയാണെടാ. ചുമ്മാ കടയിൽ പോയി ഇരുന്ന് കണ്ട് പൈസ എടുത്ത് പെട്ടിക്കകത്ത് ഇടുന്നതിന് നീ ഭയങ്കര ടയർഡ് ആവുന്നുണ്ടല്ലേടാ. എടാ പുറത്ത് പോയി നോക്കടാ. പുറത്ത് കല്ലെടുക്കുന്നവര് മണ്ണെടുക്കുന്നവര് രാവ് മുഴുവൻ അധ്വാനിച്ചിട്ട് കടയിന്റെ പുറത്തൊക്കെയാണ് കിടന്നുറങ്ങുന്നത്. എന്താടാ നിനക്ക് AC ഉള്ള റൂമിൽ മാത്രമേ ഉറക്കം വരുള്ളൂ. ഇപ്പൊ എന്തിനാ കുടിച്ചു വന്നിട്ട് വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വരുന്നത്? രേവതി, നിന്റെ ഭർത്താവിനെ കൂട്ടി പോ എന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോഴേക്കും നിങ്ങളുടെ ഭർത്താവാണ് ആവശ്യമില്ലാതെ സംസാരിക്കാൻ വേണ്ടി നിൽക്കുന്നത്. രേവതി അങ്ങനെ പറഞ്ഞു കൊടുക്ക്. ഇവള് പറഞ്ഞത് പോയിന്റ് ആണ്. ഞാൻ ആവശ്യമില്ലാതെ സംസാരിച്ചതല്ല, മനസ്സിലുള്ള സങ്കടമാണ് പറഞ്ഞത്. അത് കുടിച്ചിട്ട് വന്നിട്ട് വേണം സംസാരിക്കാൻ എന്നുള്ള കാര്യം ശ്രീകാന്ത് ചോദിച്ചുകൊണ്ട് സച്ചിക്ക് അരികിലേക്ക് ചെല്ലുന്നുണ്ട്. എടാ നിങ്ങൾ രണ്ടുപേരും എന്നെ ഒഴിവാക്കിയിട്ട് ബീർ കുടിച്ചില്ലായിരുന്നോ? അത് കേട്ട ഉടനെ തന്നെ ചന്ദ്ര വയ്ക്കുന്നുണ്ട്. എന്താടാ ഇവൻ പറയുന്നത്? രണ്ടുപേരും ബീർ കുടിച്ചത് മറച്ചു വെച്ചതാണ്. ഒന്നുമില്ലമ്മ, സജ്ജേട്ടൻ മിണ്ടാതിരിക്കുന്നുള്ള കാര്യം ശ്രീകാന്ത് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് വർഷ കുറച്ചു നാളായിട്ട് ഇവിടെ കിടന്ന ഒച്ചപ്പാടില്ലായിരുന്നു, ഇപ്പൊ ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും തുടങ്ങിയെന്നുള്ള കാര്യം ചോദിക്കുകയാണ് വർഷ നീ സംസാരിക്കരുത് എന്നും നിന്റെ അമ്മയെ കാശുമായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് എന്റെ അച്ഛനെ നാണം കെടുത്താൻ വേണ്ടി നോക്കിയല്ലേ നീ? ഹലോ, ഇത് എനിക്ക് അറിയാത്ത നടന്നുള്ള കാര്യം ഞാൻ അപ്പോഴേ പറഞ്ഞു. എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് നടക്കുന്നത്. നീ വെറുതെ അഭിനയിക്കണ്ട. അങ്ങനെ വർഷയ്ക്ക് നേരെ സച്ചി ഇങ്ങനെ ശബ്ദം ഉയർത്തുമ്പോഴേക്കും രവിയാണെന്നുണ്ടെങ്കിൽ സച്ചി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ഇത്ര നാളായിട്ട് നീ കുടിശീലമൊന്നും ഇല്ലായിരുന്നല്ലോ, വീണ്ടും തുടങ്ങിയോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ സോറി അച്ഛാ, ഇത്രയും നാളായിട്ട് ശീലമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ മനസ്സിന് വല്ലാത്ത വേദന തോന്നി. അച്ഛനല്ലേ ഈ വീട് കെട്ടിപ്പണിത്ത് ഉയർത്തി എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് ഇത് എന്റെ അച്ഛൻ കെട്ടിയ വീടാണ് എന്നുള്ള കാര്യം. നിങ്ങളുടെ അച്ഛൻ കെട്ടിയത് താഴത്തെ ഫ്ലോർ മാത്രമാണ്, മുകളിലെ ഫ്ലോർ അല്ല. നിങ്ങളുടെ അച്ഛൻ കെട്ടിയ വീടല്ലേ നിങ്ങൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത്. ഇത് ചുമന് പോയി അടിച്ചിട്ട് പറയുന്നുണ്ട് ഈ ചുമര് ഈ റൂം ഇതെല്ലാം എന്റെ അച്ഛൻ കെട്ടിയതാണ്. അച്ഛൻ അധ്വാനിച്ചിട്ട് ഇതെല്ലാം കെട്ടി. ഇപ്പോ അച്ഛന് ഒരു റൂം കെട്ടാൻ വേണ്ടി പറ്റില്ല എന്ന് അച്ഛൻ പറഞ്ഞില്ലേ, അത് എന്നെ വല്ലാതെ വേദനിപ്പിച്ചു അച്ഛ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞോണ്ടിരിക്കാൻ കേട്ടോ സച്ചി. മനസ്സ് വേദനിക്കുന്ന സമയത്ത് ഈ മദ്യമാണോ നിനക്ക് മരുന്ന് എന്നുള്ള കാര്യം രവി ചോദിക്കുമ്പോ അല്ലാതെ വേറെ മരുന്നില്ല അച്ഛ. രേവതി നീ അവനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് രവി അവിടെ നിന്ന് പറഞ്ഞയക്കുന്നുണ്ടെങ്കിൽ പകുതിയേറ്റം പോയിട്ട് സച്ചി വീണ്ടും തിരിച്ചു വന്നിട്ട് അച്ഛൻ പറ അച്ഛ ഈ റൂം കെട്ട എത്രയാ പറഞ്ഞത്? 5 ലക്ഷം എന്ന് രേവതി പറയുമ്പോ അച്ഛൻ പറ അച്ഛന് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കാർ വിൽക്കാം, വേണമെങ്കിൽ കടം മേടിക്കാം, അച്ഛൻ റൂം കെട്ടിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സങ്കടപ്പെടുവാണേ. അതിനൊന്നും ആവശ്യമില്ല, നീ ആദ്യം പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങാൻ നോക്ക്. അല്ലെങ്കിലും അവനെങ്ങനെ ഉറക്കം വരിക? അവന് മറ്റുള്ളവരുടെ ഉറക്കം കെടുത്താൻ വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്തു വന്നതെന്നുള്ള കാര്യം ചന്ദ്ര പറയുമ്പോഴേക്കും അച്ഛൻ ഞാൻ ആരെയും ഉറക്കം കെടുത്താൻ വേണ്ടിയിട്ടല്ല, എന്റെ മനസ്സ് വേദന സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. എന്റെ അടുത്ത് ആര് ചോദിച്ചാലും ഞാൻ ഉടനെ തന്നെ ചെയ്യും. അച്ഛന് അറിയില്ല, അത് നിനക്കും അറിയില്ല രേവതി. അറിയുന്നുള്ള കാര്യം രേവതി പറയുമ്പോഴേക്കും ഇന്ന് എന്റെ അച്ഛൻ ചോദിക്കുന്നു, പക്ഷെ എനിക്കത് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അച്ഛൻ ചോദിക്കണ്ട, ഞാൻ തരാ അച്ഛ എന്ന് പറഞ്ഞിട്ട് വീണ്ടും കരഞ്ഞോണ്ടിരിക്കാനുണ്ടോ സച്ചി. അപ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട് അത് സെക്കൻഡ് ഹാൻഡ് കാറല്ലേ, അത് വിറ്റ് കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടും? ചുമ്മാ ബോധമില്ലാതെ ഓരോന്നും പറയുന്നു എന്നുള്ള കാര്യം പറയുമ്പോ ആരാടാ ബോധമില്ലാതെ സംസാരിക്കുന്നത്? എന്റെ മനസ്സിന്റെ വേദനയാണടാ പറയുന്നത്. എല്ലാം നീ കാരണമാണടാ, നീ കാരണമെന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ അടിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും എന്താണ് സച്ചി നീ കാണിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ടോ രവി. കാരണം സച്ചി വീണ്ടും സുധിയെ അടിക്കാൻ വേണ്ടി പോവാണ്. അച്ഛ എല്ലാം ഈ പുണ്ണാക്കം കാരണമാണ്. പക്ഷെ രേവതിയാണെന്നുണ്ടെങ്കിൽ വാ സച്ചിയേട്ടാ വാ എന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുപോവാണേ. നീ പറഞ്ഞില്ലേടാ സുധി ഞാൻ ഈ വീട് പിരിക്കാൻ വേണ്ടി നോക്കുകയാണെന്നുള്ള കാര്യം. എടാ ശ്രീകാന്ത് നീ പറയടാ ഞാൻ അങ്ങനെ പിരിക്കാൻ നോക്കുന്നവനാണോ എന്ന്? ഇല്ല സച്ചിയേട്ടാ എന്ന് പറയുമ്പോ പിന്നെ എന്തിനാണ് അവൻ അങ്ങനെ പറഞ്ഞത്? അങ്ങനെ ഞാൻ ഈ വീട് പിരിക്കാൻ നോക്കുന്നവനാണെന്നുണ്ടെങ്കിൽ ഒരു റൂം ഇല്ലാതെ ഞാൻ ഈ ഹാളിലും അതുപോലെ ടെറസിലൊക്കെ കിടന്ന് ഉറങ്ങുവാടാ. ഇത് നോക്ക് രേവതി, അവള് എന്നെ കല്യാണം കഴിച്ചിട്ട് ഇപ്പൊ ടെറസിലാണ് കിടക്കുന്നത്. എല്ലാം എന്തിനാണ്? ഈ വീട് പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണോ? നിങ്ങൾ രണ്ടുപേരല്ലേ ഈ വീട്ടിൽ എപ്പോഴും ഉറങ്ങിയിട്ടുള്ളത്? ഞാൻ വേണ്ടാത്തവനായതുകൊണ്ടല്ലേ എന്നെ കൊണ്ടുപോയിട്ട് അച്ഛമ്മയുടെ വീട്ടിൽ വിട്ടത്? അച്ഛമ്മയുടെ വീട്ടിലും പുറത്ത് കയറുകെട്ടിലാണ് ഞാൻ കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോഴും ഞാൻ എനിക്ക് റൂം വേണമെന്നോ വീട് വേണമെന്നോ വിചാരിച്ചിട്ടില്ല. എന്നെ കുറിച്ചിട്ടല്ലേ ഇവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് സച്ചി ഭയങ്കര കരച്ചിലാണ്. എടാ സുധി നിനക്കറിയോ, ഞാൻ എന്റെ അച്ഛന് വേണ്ടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. എന്റെ അച്ഛൻ എന്നോട് പറയാണ് പുറത്തു പോയിട്ട് റോട്ടിൽ കിടന്നോടാ എന്നുള്ള കാര്യം പറഞ്ഞ് ഞാൻ അവിടെ പോയി കിടക്കും. ഈ വീടല്ല എനിക്ക് പ്രധാനം, എന്റെ അച്ഛനാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കിക്കോ, എന്റെ അച്ഛൻ ഈ വീട്ടിലുള്ളിടത്തോളം കാലം മാത്രമേ അല്ല അച്ഛനൊന്നും സംഭവിക്കത്തൊന്നുമില്ല, ഒരുപാട് കാലം ജീവിക്കും. അച്ഛൻ ഈ വീട്ടിലുള്ളിടത്തോളം കാലം മാത്രമേ ഈ സച്ചിയും അതുപോലെ ഈ രേവതി ഇവിടെ നിൽക്കുള്ളൂ. അച്ഛൻ ഇവിടെ ഇല്ലെങ്കിൽ ഈ വീടിന്റെ പരിസരത്ത് പോലും ഞാൻ തലവെച്ച് കിടക്കില്ല. എന്റെ അച്ഛനുള്ളിടത്തോളം കാലം മാത്രമേ ഇതൊരു വീടായിട്ടിരിക്കുള്ളൂ. എടാ നീ പറഞ്ഞില്ലേ ഞാൻ നിങ്ങളെ എല്ലാവരും ഇവിടുന്ന് അടിച്ചു പുറത്താക്കാൻ വേണ്ടി നോക്കി എന്നുള്ള കാര്യം. എനിക്ക് ഈ പണോ വീടോ ഒന്നും വേണ്ട. എന്റെ അച്ഛൻ എന്ന് പറയുന്നത് ദൈവമാണ്. എനിക്ക് ദൈവം ഉള്ളിടത്തോളം കാലം മാത്രമാണ് അത് അമ്പലം. ദൈവം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് വെറും ഒരു കെട്ടിടമാണ്. അത് ഭംഗിയുണ്ട്, കാണാൻ വേണ്ടി പറ്റും, അത്ര മാത്രമേ ഉള്ളൂ. എന്റെ അച്ഛനുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. നിന്റെ മരമണ്ടയിൽ വല്ലതും കയറുന്നോടാന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് സുധീരുടെ അടുത്ത്. മതിയേടാ നീ സംസാരിച്ചുകൊണ്ടിരിക്കാണ്ട് പോയി കഴിക്കാൻ നോക്കുക എന്ന് പറഞ്ഞിട്ട് രവി അവിടെ നിന്ന് പറഞ്ഞു വിടുവാണേ. അവൻ ചുമ്മാ കുടിച്ചു വന്നിട്ട് ഓരോന്ന് പറയാണ്, നിങ്ങൾ അതൊന്നും കേട്ട് നിൽക്കണ്ട, എല്ലാവരും പോയി കിടന്നുറങ്ങുന്നു പറഞ്ഞിട്ട് ചന്ദ്ര അവിടെ നിന്ന് എല്ലാവരും പറഞ്ഞു വിടുന്നുണ്ട്. പക്ഷെ സച്ചി പറഞ്ഞ കാര്യങ്ങൾ ഓർത്തിട്ട് സങ്കടപ്പെടുവാണ് കേട്ടോ നമ്മുടെ രവി. സച്ചിയുടെ മനസ്സിലുള്ള കാര്യമാണ് സച്ചി പറഞ്ഞെന്നുള്ള കാര്യം രവിക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ രവി ഉള്ളിലേക്ക് കയറിയിട്ട് അവിടെ അങ്ങനെ ഇരിക്കുവാണ്. അപ്പോഴേക്കും ചന്ദ്രയാണെങ്കിൽ ഡോറൊക്കെ അടച്ചിട്ട് ഉള്ളിലേക്ക് കയറി വരുന്നുണ്ട്.
നിങ്ങൾ എന്താ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, കിടക്ക ഉറങ്ങാൻ വേണ്ടി നോക്കി എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ചന്ദ്ര കിടക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും നീ സച്ചി പറഞ്ഞ കാര്യങ്ങൾ കേട്ടോ എന്നുള്ള കാര്യം ചോദിക്കണേ. അവൻ ബോധമില്ലാതെ എന്തൊക്കെയോ പറഞ്ഞത് കേട്ട് നിങ്ങൾ എന്തിനാ ഫീൽ ചെയ്തിരിക്കുന്നത്? അവൻ ബോധമില്ലാതെ പറഞ്ഞതെങ്കിലും അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ്. എല്ലാവരും കൂടി ചേർന്നിട്ട് അവനെ എന്തോരം വേദനിപ്പിച്ചു. അവന് നമ്മളോടുള്ള സ്നേഹം നിനക്ക് മനസ്സിലായില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പിന്നെ അവന്റെ ഒരു സ്നേഹം രാവിലെ എണീക്കുമ്പോഴേക്കും അവന്റെ സ്നേഹവും പോവും, അവന്റെ ബോധവും വരും. നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്, സംസാരിക്കാണ്ടെന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അവിടെ ഒരു കൂസലില്ലാണ്ട് പോയി കിടക്കുവാണ്. പക്ഷെ സച്ചി പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ഓർത്തിങ്ങനെ രേവ അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട്.